നമസ്കാരം. ഡൽഹിയിലെ പ്രക്ഷോഭത്തിൻ്റെ പല തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് ഒറിജിനലാണോ അതോ ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് പോലും ഫാക്ട് ചെക്ക് ചെയ്യാതെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് മുന്നിൽ ഒരു റിയൽ വിഷ്വൽ ഇതാ. ആ വയറങ്ങ് ലേശം നീക്കി വയ്ക്കുക, ഒന്നങ്ങോട്ട് മാറി നിൽക്കുക, അവരൊന്ന് കയറി നിൽക്കട്ടെ. കണ്ടില്ലേ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള റഹീം MP കൈകാര്യം ചെയ്ത ആ രീതി. കേരളത്തിലാണെങ്കിൽ ഒരു കോൺഗ്രസ് MPയുടെയോ MLAയുടെയോ അടുത്തെങ്ങാനും ഇങ്ങനെ റഹീമിന് ചെന്ന് നിൽക്കാൻ പറ്റുമോ? ഈ റഹീമിൻ്റെ കാര്യം പറയാൻ ഒരു കാരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെത്തിയ ED ഉദ്യോഗസ്ഥർ മടങ്ങിയപ്പോൾ അവരെ ആക്രമിച്ച CPM നേതാക്കൾ ആ കാർ തല്ലി തകർത്തിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കാർ. ഒരു കാറിനായിരുന്നു ഏറെ നാശനഷ്ടം. CITUവിൻ്റെ ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്യാംരാജിൻ്റെ വാഹനമാണ് തല്ലി തകർത്തത്. അന്ന് ശ്യാംരാജിന് അർഹമായ സഹായം നൽകുമെന്ന് അന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന റഹീം MP ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വാഗ്ദാനം ഇതുവരെ നടപ്പായില്ല. 2 മാസമായി സംഭവം കഴിഞ്ഞിട്ട്. അങ്ങനെ ശ്രീകാര്യം സ്വദേശിയായ ശ്യാംരാജിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക, വണ്ടി അറ്റകുറ്റപ്പണിക്കുള്ള 1.25 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരമായി ED നൽകിയത്. വാഹനം നന്നാക്കാൻ ലക്ഷങ്ങൾ വേണ്ടി വന്നതോടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട ശ്യാംരാജ് പെയിൻറ്റിംഗ് അടക്കം പണികൾക്ക് പോയി കുടുംബം പുലർത്തുകയായിരുന്നു. അത് പക്ഷേ ED മറന്നില്ല. ED മറക്കുമെന്ന് ശ്യാംരാജും കരുതി അവർ വാഹനം നന്നാക്കാനുള്ള പൂർണ്ണ തുകയും 1.25 ലക്ഷം രൂപയും കൈമാറി. സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ഡ്രൈവറുടെ ആശങ്കകൾ പരിഹരിക്കും. ഇതായിരുന്നു അന്ന് റഹീം MP മാധ്യമങ്ങളോട് പറഞ്ഞത് ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി പദവിയിലിരുന്നുകൊണ്ട്. സംഭവ ദിവസം നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടൊഴിച്ചാൽ ഇതുവരെ ഒരു തരത്തിലുള്ള സഹായവും പാർട്ടിയുടെ ഭാഗത്തും കിട്ടിയിട്ടില്ലെന്നാണ് ശ്യാംരാജ് പിന്നീട് വ്യക്തമാക്കിയത്. 2 കാറുകൾക്ക് നേരെയാണ് അന്ന് CPM പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിൽ ശ്യാംരാജിൻ്റെ വാഹനമാണ് വലിയ തോതിൽ നാശനഷ്ടത്തിന് വിധേയമായത്. 3 വനിതകൾ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ആദ്യം മുട്ടയെറിഞ്ഞ പ്രവർത്തകർ പിന്നീട് ഇഷ്ടിക, കരിങ്കല്ല്, ഹെൽമറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. CPM പ്രവർത്തകർ ചുറ്റും നിന്ന് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിൻ്റെ ചില്ലുകൾ ഉള്ളതിനാൽ അവർക്ക് ED ഉദ്യോഗസ്ഥർ ദേഹത്ത് തൊടാൻ പറ്റിയില്ല. പക്ഷേ ചില്ല് വീണ് ഡ്രൈവർ ശ്യാംരാജിനും മറ്റ് 1-2 ED ഉദ്യോഗസ്ഥർക്കും സാരമായ പരുക്കമേറ്റിരുന്നു. അവർ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ഇതാണ് പിന്നീട് കേരളത്തെ ആകെ ഞെട്ടിച്ച ED ആക്രമണ കേസായി മാറിയതും അതിൽ 26 പേർ ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ അകത്ത് കിടക്കുന്നു. ഇവരെ എന്നും ചെന്ന് കാണാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവരൊന്നും മെനക്കെട്ടില്ല. കാരണം ഇവർ ചിലർ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ജയിലിൽ പോയി തങ്ങളുടെ ഈ പ്രവർത്തകരെ പോയി സന്ദർശിക്കാനും അവർക്ക് മനോധൈര്യം നൽകാനുമൊക്കെ. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? ജാമ്യം ലഭിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പെടുത്ത് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചാൽ ED പശ്ചിമ ബംഗാളിലെ വിഷയം എടുത്തുകൊണ്ട് വരും. ഷാജഹാൻ ഷെയ്ഖ് എന്ന അന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അന്ന് ED ആക്രമിച്ച കേസിൽ ഇപ്പോൾ ഇത് 2.5 വർഷമായിട്ട് പശ്ചിമ ബംഗാളിലെ ജയിലിൽ കിടക്കുകയാണ്. ED അന്ന് ചാർജ് ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചിട്ടില്ല. അന്ന് മമതാ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഗതികെട്ട് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്ത് കൈമാറി. പക്ഷേ ഇപ്പോഴും 2.5 വർഷം കഴിഞ്ഞിട്ടും ഷാജഹാൻ ഷെയ്ഖിന് ജാമ്യം കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. ഇവിടെയും അതുതന്നെയാകും അവസ്ഥ. പക്ഷേ അന്ന് റഹീം എന്ന ഈ യുവ MP വാക്കുകൊടുത്തതാണ് പാർട്ടി CPM എല്ലാവിധ സഹായവും ഈ കാർ തല്ലി തകർത്ത വകയിൽ ചെയ്യുമെന്ന്. ഓർക്കണം, CITUവിൻ്റെ ഓട്ടോ ടാക്സി യൂണിയൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഈ ശ്യാംരാജ്. നിർധനനായ ശ്യാംരാജ് കുടുംബം പുലർത്താൻ വേണ്ടി കാറ് തൻ്റെ ഉപജീവന മാർഗമായ ഈ ടാക്സി കാർ അറ്റകുറ്റപ്പണിക്ക് വർക്ക്ഷോപ്പിലേക്ക് ആയപ്പോൾ ശ്യാംരാജിനൊടുവിൽ പെയിൻറ്റിംഗ് പണിക്കടക്കം ഇറങ്ങേണ്ടി വന്നു. പെയിൻറ്റിംഗ് പണി മാന്യതക്കുറവുള്ള ജോലിയൊന്നുമല്ല, നല്ല കൂലി കിട്ടുന്നുണ്ട്. പക്ഷേ ശ്യാംരാജിന് ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി അത് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ശ്യാംരാജ് പെയിൻറ്റിംഗ് അടക്കമുള്ള മറ്റ് നിർമ്മാണ മേഖലയിലെ ജോലികളിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഇനി ശ്യാംരാജിന് അഭിമാനിക്കാം, സന്തോഷത്തോടെ ആ വാഹനം നിരത്തിലിറക്കാം. വാഹനം അറ്റകുറ്റപ്പണി ചെയ്ത് പുറത്തിറങ്ങാനുള്ള 1.25 ലക്ഷം രൂപയാണ് ഇപ്പോഴിതാ ED കൈമാറിയിരിക്കുന്നത്. അത് ED എന്ന അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്തം കൂടിയാണ് അവരെ സംരക്ഷിച്ച ആ വാഹനത്തിന് അതിനുള്ള കേടുപാടുകൾ തീർക്കുക എന്നത്. പക്ഷേ CPM പറഞ്ഞ വാക്ക്
വീണ്ടും പാലിക്കാതെ കണ്ണടച്ച് നോക്കി നിന്നുവെന്ന് ഈ സംഭവത്തിൽ നിന്നും ഒന്നുകൂടി വ്യക്തമാകുക.